ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമ്മീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മൈദയും മുട്ടയും ഒന്നും ഉപയോഗിക്കാതെ ബേക്ക് ചെയ്യാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റവ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. ആദ്യം വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കാം. നെയ്യ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് വേണ്ടത് റവയാണ്. 1 കപ്പ് നിറയെ തന്നെ റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും എടുക്കാം. റവ ചേർത്ത് ഒരു 3-4 മിനിറ്റോളം നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കാം. ഇതിൻ്റെ കളർ മാറണം എന്നുള്ള ആവശ്യമില്ല, പക്ഷെ നല്ല രീതിക്ക് തന്നെ റോസ്റ്റായിട്ടുണ്ടാവണം നമ്മുടെ റവ. അതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നല്ലൊരു ഫ്ലേവർ വന്ന് തുടങ്ങും. അപ്പോൾ നമ്മളിത് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നെയ്യിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. നെയ്യിൽ മാത്രം ചെയ്തെടുക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ റവ ഇങ്ങനെ ഞാനൊന്ന് വറുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ റവയെല്ലാം. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് നേരെ തന്നെ ഒരു ബൗളിലേക്ക് ഒന്ന് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് അളവിൽ പശുവിൻ പാലും കൂടി ചേർക്കാം. പാല് ചേർക്കുമ്പോൾ പാലിന് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം. ചൂടോട് കൂടിയിട്ട് വേണം പാല് ചേർക്കാനായിട്ട്. ഇനി ഇത് നല്ല രീതിക്ക് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഇതിങ്ങനെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ അതേ കടായി നിന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ ശർക്കര ചേർക്കാം. കൂടെ ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി. ഞാനിപ്പോൾ ഇത് ശർക്കരയിലാണ് തയ്യാറാക്കുന്നത്. ഇതിന് പകരം നമുക്ക് പഞ്ചസാരയിൽ തയ്യാറാക്കുന്നവർക്ക് പഞ്ചസാരയിലും തയ്യാറാക്കാം. 1/4 കപ്പ് അളവിൽ തന്നെ എടുക്കാവുന്നതാണ്. ഇനി ഈ ശർക്കര നന്നായിട്ട് ഇനി ഉരുകി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ശർക്കരയെല്ലാം നല്ല രീതിക്ക് തന്നെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ശർക്കര നന്നായിട്ട് അലിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ശർക്കരയിൽ അത്യാവശ്യം കല്ലും പൊടിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതൊന്ന് അരിച്ച് നമുക്ക് വീണ്ടും ഈ കടായിലേക്ക് തന്നെ ചേർക്കാം. ഇനി ഇത് വീണ്ടും നല്ല രീതിക്ക് ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് നമ്മുടെ ശർക്കര പാനി ഒന്ന് കുറുകി വരട്ടെ. ഒരു നൂൽ പരുവമാകണം എന്നുള്ള ആവശ്യമില്ല, പക്ഷെ നല്ല രീതിക്ക് ഒന്ന് കട്ടിയായി കിട്ടണം. അതുവരെ ഒന്ന് തിളയ്ക്കണം. ഏകദേശം 2-3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ ശർക്കര പാനി ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2-3 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് കട്ടിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ശർക്കര പാനി. ഈ ഒരു സമയം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ റവ ഇതിലേക്ക് ചേർക്കാം. ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ റവയെല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുതിർന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ശർക്കര പാനിയിലേക്ക് റവയുടെ മിക്സും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില ഫ്ലേവർ ചേർക്കാം. വാനിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം വാനില ഫ്ലേവർ ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർക്കാവുന്നതാണ്. കൂടെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടിയാണ്. നെയ്യും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഈ ഒരു സമയം നട്ട്സ് എന്തെങ്കിലും ചേർക്കണം എന്നുള്ളവർക്ക് നട്ട്സ് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ നട്ട്സ് ചേർക്കുന്നില്ല. നെയ്യിൻ്റെ അളവ് ഒരുപാട് കൂടിപ്പോകാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. നന്നായിട്ട് തന്നെ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്കിത് നേരെ തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്യുന്ന ഒരു ട്രേയിലേക്ക് മാറ്റാം. ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിന് ചുറ്റിലുമായിട്ട് ഞാൻ നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അടിയിലായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ നിർബന്ധമൊന്നുമില്ല, എന്നാലും ഞാൻ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്കൊരല്പം നട്ട്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള എന്ത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. നട്ട്സ് എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്ന ആ ഒരു മിക്സ് വെക്കാവുന്നതാണ്. മിക്സ് വെച്ചിട്ട് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഈ ചൂടൊന്ന് മാറട്ടെ, നല്ല രീതിക്ക് റൂം ടെമ്പറേച്ചറിലൊന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഈ റവ കേക്ക് സെറ്റായി കിട്ടും. എന്നാൽ ശരി, ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ ഒന്നിരിക്കട്ടെ. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തി തട്ടി കൊടുക്കാവുന്നതാണ്. ഒന്ന് കമഴ്ത്തി തട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഈസി ആയിട്ട് നമ്മുടെ റവ കേക്ക് റെഡി ആയിട്ടുണ്ടാകും കേട്ടോ. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ തണുപ്പിച്ചിട്ടും കഴിക്കാവുന്നതാണ്. നിങ്ങൾ ഇതുപോലെ ഒരു റവ കേക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്.
വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്. ടാറ്റാ.